ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ തീർത്ത. അപ്പം ഞാനിന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ, നാളെ ജൂൺ 2 നാളത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നാളെ സ്കൂൾ തുറക്കുന്നു. ഞാൻ 6 ഇനിയുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പം എന്തായാലും നമുക്ക് നാളെ കാണാം. അപ്പം നമ്മൾ എന്താണ് ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം. ഇതെനിക്ക് 4 കിട്ടിയതാണ്. നിങ്ങൾ പോകാൻ നേരത്ത് നമുക്ക് കിട്ടിയതാണ്. ഞാൻ 5 യൂസ് ചെയ്തത്. അപ്പോൾ 6 ഇതാണ്. ഇതിനൊരു കേടുമില്ല. അതാണ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എടുക്കാതെ പുതിയതൊക്കെ മേടിക്കുന്നത്. അപ്പം അങ്ങനെ നാളെയാണ് പൗച്ചൊക്കെ മേടിക്കത്തുള്ളൂ. ബോക്സ് കേട് മീൻസ് കുളമായി. അപ്പോൾ അത് മേടിക്കണം. അപ്പം ബാഗ് നല്ല പുതിയതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊടി തട്ടി എടുക്കാം. അപ്പം നമുക്ക് പൊടി തട്ടാം. എന്നിട്ട് ഒരു ടവലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തരാം. അപ്പം ഞാനൊരു ഒരു പുറത്തോട്ട് സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇനി ബാഗൊന്ന് തുടക്കുന്നത് ഞാൻ ചെറുതായിട്ട് നനച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇതിൻ്റെ പൊക്കോളാം. അപ്പം നമുക്ക് ഇരിക്കാം. പക്ഷെ അവിടെ മേല് കൊച്ചിലാകുമ്പോൾ വയ്ക്കണം. കാരണം ചെറിയ എന്തോ ഇതുണ്ട്. കാരണം കുറേ ബാഗ് കൂട്ടി വെച്ചതിനോട് ചെറിയ മണമുണ്ട്. അപ്പം നമുക്കത് അത്ര കടിച്ചിട്ട് അല്ലേ അല്ലേ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടാണ് എടുക്കുക. അപ്പം നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യാം. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment. ഞാൻ കഴുകിയിടാൻ മറന്നുപോയി. ബിക്കോസ് 2 മാസം ഞാൻ നാളെ ഇടാൻ മടി പിടിച്ചു പോയി. അപ്പം ഡാഡി അപ്പം ഞാൻ ചോദിച്ചു പൊടി തട്ടിയെടുക്കാൻ. ഇനിയിപ്പോൾ എപ്പോഴേലും കഴുകണം. പക്ഷെ ക്ലീനാണ്, കുഴപ്പമൊന്നുമില്ലല്ലേ. ഞാൻ നേരത്തെ വൈകുന്നേരം ആയിരുന്നു ക്ലീനാക്കിയായിരുന്നു. ബട്ട് ഒന്നുകൂടി ക്ലീനാക്കി. അത് എൻ്റെ വീട് എടുക്കാൻ മറന്നു. പക്ഷെ അത് ഞാൻ മര്യാദയ്ക്ക് ക്ലീനാക്കിയപ്പോഴത്തേക്ക് വിളക്ക് വയ്ക്കാൻ പോയി. അപ്പം ഇനി അങ്ങനെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാൻ നോക്കും. ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം നിങ്ങളെ കാണിക്കാമല്ലോ. എനിക്ക് യൂസ്ഫുള്ളായിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് 2 റഫ് ബുക്ക് ഉണ്ട്. 2 നല്ല ഒരെണ്ണം വരയിട്ടതും ഒരെണ്ണം വരയിടാത്തതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിനോ എന്തിൻ്റെയൊക്കെ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഇപ്പം കുഞ്ഞച്ചി ഏതാ ഞാൻ എടുക്കുക? റഫ് വരയിട്ടത് വേണോ വരയിടാത്ത എടുക്കണോ? ഒന്ന് പറഞ്ഞോ. കുഞ്ഞച്ചി ഏതെടുത്താണ്? അപ്പം ഞാൻ വരയിട്ടത്. കാരണം എനിക്ക് റഫൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം റഫ് ഞാൻ ഉപയോഗിക്കാൻ എൻ്റെ പടം വരയ്ക്കാൻ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പുറമെ പോകും. പക്ഷെ 6ാം ക്ലാസ്സിൽ ആ ശീലം നിർത്തിയിരിക്കുന്നു. കാരണം തുടങ്ങിയിട്ടില്ല. ഞാൻ പിന്നെ റിവ്യൂ പറയാം നാളെ. എന്താ വെച്ചാൽ അങ്ങനെ നീറ്റായിട്ട് കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാൻ. എൻ്റെ പഴയ ബുക്ക് ഉണ്ടാകുന്നു ഞാൻ കാണിക്കാറുണ്ട്. എൻ്റെ ബുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഞെട്ടും. അപ്പം അതൊന്നും അപ്പം നമുക്കിനി എന്തായാലും ഇതിൽ കുറച്ച് പരിപാടിയുടെ ഫ്രണ്ട് പേജ് സംഭവം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതിന് കൊണ്ടുവരാറിട്ടത്. പിങ്ക് ഇവിടെ പിങ്ക് ഇത് അപ്പം നമുക്ക് ഇനി ഫ്രണ്ട് പേജ് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏസ്റ്റിക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വരയിട്ടതായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മെന ഉണ്ടാവില്ല. കാരണം വരയിടാത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് അതാണ് ചെയ്യാം. വരയിട്ടെങ്കിൽ വരട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. ബട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കള്ള എടുക്കാം. ഞാൻ ഇനി നമ്മൾ പൊടിയൊക്കെ തട്ടിയിട്ടു. ഞാനിത് കാണിക്കാൻ പോകുന്നത് കണ്ട് ആരെനിക്ക് വട്ടാണോ എന്ന് ചോദിക്കരുത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ ബർത്തിൻ്റെ മണ്ടയിലായിരുന്നു ഇത് വെച്ചത്. ആ ബർത്തിൻ്റെ മണ്ടയിലായിരുന്നു ഇത് വെച്ചത്. സോ ഞാൻ പിന്നെ പിന്നെ അത്രയും കൊണ്ടൊന്ന് മണപ്പിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഉള്ളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ മറ്റേതാണ് ഞാൻ ഉപയോഗിക്കാറില്ല. ചേച്ചി ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ ഉപയോഗിക്കണം. എനിക്കും ഞാൻ അത്ര പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യുന്ന ടൈപ്പ് ആളല്ല. ചേച്ചിയാണെങ്കിലും കിട്ടിയ
പക്ഷെ ഇങ്ങനെ ഈ ഒരു അറ്റത്ത് മാത്രമേ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന അറിയില്ല. കാരണം ഞാനൊരു കയ്യാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്ര കടിച്ചു സുന്ദരക്കുട്ടപ്പി ആക്കിയിട്ടുണ്ട്. ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ പരിപാടി ഒന്നുമില്ല. പക്ഷെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതെന്താന്ന് വെച്ചാൽ ബുക്ക് മാർക്കാണ്. ഞാൻ കണ്ടിട്ടിലോട്ട് ഉണ്ടാക്കിയതാ. കോപ്പി അടിക്ക്. അതെങ്ങനെയാ ഇതാണ് എൻ്റെ പുതപ്പ്. ഞാൻ പുതപ്പ് നല്ല കംഫർട്ടി ഇതൊക്കെയാണ്. എനിക്ക് മര്യാദയ്ക്ക് തന്നെ വരയ്ക്കാൻ അറിയത്തില്ല. എന്നാലും ഞാൻ തട്ടിക്കൂട്ടിതേ ഒരു ബാരഫ്ലൈനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു പൂ വരച്ചിട്ടുണ്ട്. പൂ വരയ്ക്കാൻ ആർക്കറിയില്ലാത്തേ പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ വേറൊരു പച്ച പുൽച്ചാടിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ബട്ടർഫ്ലൈ ആണ് ഉദ്ദേശിച്ച് വന്നപ്പോൾ പച്ച പുൽച്ചാടി ആയിപ്പോയതാണ്. കുഴപ്പമില്ല. ഞാൻ 2x പറയുന്നത്. എനിക്കറിയാം. പിന്നെ വേറൊരു ബട്ടർഫ്ലൈ പിന്നെ വേറൊരു കൊക്കോപ്പൂവിൽ ഒരു തരം പൂവ്. ഞാൻ എപ്പോഴും ഹൈലൈറ്റർ വെച്ചിട്ട് നടക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ അങ്ങനത്തെ ഇത് നമ്മളിങ്ങനെ എന്താണ് ഞാൻ തുലിപ്പ് വരച്ചിട്ടൊരു ഇതുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നൂല് ഞാൻ വേറൊരു ത്രെഡ് ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എംബ്രോയിഡറി വർക്കിന് ഞാൻ പോയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി മേടിച്ചൊരു ഉണ്ടാകും. പക്ഷെ അത് കാണാൻ അതെവിടെ കൊണ്ടുപോയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ തുലിപ്പാട്ട വരച്ചാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ആയില്ല. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പക്ഷെ നമുക്ക് പക്ഷെ മേനെ ആയില്ല കേട്ടോ ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഞാൻ പറയുന്നത് കേൾക്കട്ടോ എനിക്ക് അറിയത്തില്ല. അപ്പം പിന്നെ ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കി. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന് എന്തിൻ്റെയോ ഇതൊക്കെ നമ്മൾ രണ്ടുപേരെ ഇറങ്ങിയതുപോലെ നമ്മൾ അനങ്ങാതെ എന്നിട്ട് വിട്ടോ അലർജി ഏട്ടൻ്റെ അടുത്ത് പോയി ഏട്ടനെ പിടിക്കും. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ പിടിക്കും. രണ്ടുപേരും ഭയങ്കര രസമായിരുന്നു. രണ്ടുപേരും മൈൻഡ് ചെയ്ത് കിടന്നിട്ട് ഇവർ രണ്ടുപേരെ ഇങ്ങനെ ഉണർത്താനുള്ള അവന്റെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. അവിടെ വന്ന് ആ മൃദുല അലറും എന്നെ പിച്ചും മാന്തും. നമ്മൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം കിടക്കാതെ ഉറങ്ങൂല. അങ്ങനെ അത് ശീലമായി പോയി. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്ത് ഹാളിൽ പോയിരുന്നാലും ഇപ്പൊ അലർച്ചയായിരിക്കും. ഞാൻ വന്ന് കിടന്നാലേ അവന് ഉറങ്ങത്തോളൂ. അത് കളിച്ച് ഉറങ്ങത്തോളൂ. അതിപ്പോ ശീലമായി ഇമ്പോർട്ടന്റ്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് വേണം അവന് ഉറങ്ങണമെങ്കിൽ. ഇപ്പൊ ബീച്ച് എത്തിയപ്പോ തന്നെ ഒരു പ്രത്യേക കാലാവസ്ഥയില്ലേ. ആകാശം നോക്കി അതിപ്പോഴേ ബീച്ചിന്റെ മുകളിലുള്ള ആകാശം ഒരു ഇച്ചിരി പ്രത്യേകതയാണ്. എല്ലാ ആകാശങ്ങളും തന്നെ അതേം പക്ഷെ എല്ലാ ആകാശം കണക്കല്ല. അതിനൊരു വേറെ മഴവിൽ കളറല്ലേ. അപ്പൊ ഭയങ്കര വ്യത്യസ്തം തോന്നി പറഞ്ഞു വന്നപ്പോഴേ ഓർക്കുവാ ഇല്ലേ. കാർമേഘമൊക്കെ മൂടി ആ ഒരു കടലിലെ ഒരു റിഫ്ലക്ഷൻ. പക്ഷെ ഇപ്പൊ ശീലമായി ഇമ്പോർട്ടന്റ്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ അടുത്ത് വേണം അവന് ഉറങ്ങണമെങ്കിൽ. ഇപ്പൊ ബീച്ച് എത്തിയപ്പോ തന്നെ ഒരു പ്രത്യേക കാലാവസ്ഥയില്ലേ. ആകാശം നോക്കി അതിപ്പോഴേ ബീച്ചിന്റെ മുകളിലുള്ള ആകാശം ഒരു ഇച്ചിരി പ്രത്യേകതയാണ്. എല്ലാ ആകാശങ്ങളും തന്നെ അതേം പക്ഷെ എല്ലാ ആകാശം കണക്കല്ല. അതിനൊരു വേറെ മഴവിൽ കളറല്ലേ. അപ്പൊ ഭയങ്കര വ്യത്യസ്തം തോന്നി പറഞ്ഞു വന്നപ്പോഴേ ഓർക്കുവാ ഇല്ലേ. കാർമേഘമൊക്കെ മൂടി ആ ഒരു കടലിലെ ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നതാണ്. എവിടുന്നാ വരുന്നുണ്ടോ? അതല്ല കടൽ കയറി നമ്മൾ തമ്പുഴ അന്ന് അങ്ങ് പോയതാണ്. അവിടെ കയറിയിട്ടുണ്ട്. ഈ വർഷം കഴിച്ചിട്ട് കുഞ്ഞു കഴിച്ച് ദൈവമേ, ഈ വർഷം ഒരു അപകടം എല്ലാ കൊല്ലവും നമുക്കുള്ള കേരളത്തിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നും വരാതിരിച്ചിട്ട് നമുക്കാണ് പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നത്. നമുക്കൊരു എന്താ പറയുക ഒരു ശാപമായിട്ട് മാറി. എന്തറിയോ നമുക്ക് ഇത്ര അതിശയം. നമ്മൾ കറക്റ്റ് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നതാണ്. വന്നപ്പോ നമ്മൾ അന്ന് നിന്നെയാണ്. ഞാൻ പേപ്പർ ഒട്ടിച്ചപ്പോൾ കുറച്ച് നേരം ഉണങ്ങാൻ എടുക്കും. അപ്പോൾ നമുക്കിനി ഇവിടെ വരച്ചത് സെറ്റ് ആവത്തില്ല. അപ്പം നമുക്കിനി ഉണങ്ങാൻ വേണമെങ്കിൽ ടൈം എടുക്കും. അല്ല വേണമെങ്കിൽ നമുക്ക് ചെയ്ത് സൈസ് ഈ നടുക്കാണ് നമ്മൾ നിന്ന് ഡ്രോണൊക്കെ പറത്തി.
പറയുന്നത് ശരിയാട്ടോ, ആകാശമൊക്കെ ഒരുമാതിരി അല്ലേ. എടുത്തിട്ട് പിന്നെ ഇതെന്തിൻ്റെ ചന്ദ്രിക സോപ്പിൻ്റെ കണ്ടാ, ഇതിൻ്റെ ഉള്ളിൽ ചന്ദ്രിക എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയോ എവിടെയാ ഇവിടെ ചന്ദ്രിക എന്ന് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റൂല എനിക്കറിയാം, പത്രമൊക്കെ തന്നെ. ഇനി എന്നാ എനിക്ക് റഫ് ബുക്ക് ഉണ്ട്. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഭംഗിയിലൊന്നും അയച്ചില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ ഞാൻ ഫോട്ടോസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇതാണ് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഗൈസ്, എസ്തെറ്റിക് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് വന്നത്. ഇതാണ് ഇത് പകുതി ഞാൻ ബുക്ക് ഫോൺ നോക്കാണ്ട് ചെയ്തതാണ്, എൻ്റെ ഒരു ഐഡിയ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ പ്രിപ്പറേഷൻസ്. ബുക്ക് നാളെ കാണാം, രാവിലെ 8 ആണോ അല്ലേ. ചേച്ചി ഇവിടെ എനിക്ക് വീഡിയോ എടുത്തതിൻ്റെ പോയി നമ്മ ഫ്രണ്ട് കണ്ടിട്ട് ഉറങ്ങാൻ ബാക്കി ഉറങ്ങാം നമുക്ക്. അല്ല, ഈ റോഡിലേ വെളിയിറങ്ങാത്ത നല്ലത്, അത് വേറെ കാര്യം. ചെളിയാവും. ഇവിടെ കഴക്കൂട്ടം റോഡാണ്, കിടക്കണ കിടപ്പ് കണ്ടാ ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് എൻ്റെ കളർ ഇട്ട് വെക്കണ ബോക്സിനകത്ത്. ഇതാണ് എൻ്റെ ഹൈലൈറ്റർ, മാർക്കർ, സീസേഴ്സ്, പശ, അങ്ങനത്തെ ID കാർഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കണം. ID കാർഡ് ഇനി വേറൊരു ടീമിലോട്ട് മാറ്റണം. ID കാർഡ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇനി മറ്റേ ജോമെട്രി ബോക്സ് അങ്ങനെ എന്തോ ബോക്സ് ഇല്ലേ, അയ്യോ, അതിലോട്ട് ഈ കണ്ണുകളൊക്കെ ഇട്ട് വെക്കണം. മാത്രമല്ല എൻ്റെ പൊന്നെ, ഞാൻ സൈഡിൽ നോക്കിയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തൊക്കെ എന്തായാലും ഞാൻ ആകെ എടുപ്പിക്കുന്നില്ല. ഞാൻ ചേട്ടൻ എന്താ ചേട്ടൻ ഇവിടെ ഏറ്റവും മുമ്പ് വെള്ളം കയറുന്ന വെച്ചാൽ നമ്മുടെ ഈ ടെക്നോ പാർക്കിന്റെ സൈഡാണ്. അവിടെ പെട്ടെന്ന് വെള്ളം കയറും. ഇതില് കന്യാപുരം ബസ് സ്റ്റാൻഡ് ഞാൻ ഇന്ന് കാണാൻ തുടങ്ങി, അന്ന് തൊട്ട് നമ്മൾ കൊല്ലത്ത് നമ്മൾ പഴയ വീട്ടിൽ നമുക്ക് പേടിയില്ല, വെള്ളം കയറും അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം നമ്മളവിടെ അത്രയും വന്ന് പ്രളയം അതൊക്കെ വന്നപ്പോ പോയിട്ട് നമ്മളവിടെ ഒരു തുള്ളി വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് അല്ലേ. നമ്മുടെ കൊല്ലം സൈഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സേഫ്. എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് കൊല്ലമാണ്. മലയോര നമ്മളെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് കൊല്ലത്ത്, വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ ട്രിവാൻഡ്രം അങ്ങനല്ല. ട്രിവാൻഡ്രം പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം വെള്ളം കയറുന്നത് അല്ലേ. നമ്മളെ ആ ഒരു വീടിന്റെ അടുത്ത് വയലൊക്കെ ഉണ്ട് അല്ലേ. വെള്ളം ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാ എനിക്ക് തോന്നുന്നില്ല കയറുമെന്ന്. കാരണം നമ്മുടെ ഇച്ചിരി ഉള്ളിലോട്ടല്ലേ, കുറച്ച് ഉള്ളിലോട്ടാ. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണാം. വെള്ളമൊക്കെ കയറിയോ എല്ലായിടത്തും അങ്ങനെ നോക്കാം. അതുമല്ല അതിന്റെ ഫുഡ് ഓർഡർ ചെയ്യണ്ടേ. ഫുഡ് തൊട്ട് തുടങ്ങി. പ്ലേറ്റ് എടുത്തിട്ടുണ്ടോ? പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്പൂട്ടൻ ആപ്പിളുണ്ട്, പഴമുണ്ട്. അമ്മയ്ക്ക് ആപ്പിൾ പോരെ? ഇല്ല, ഒരു ആപ്പിളെ ഞാൻ എടുത്തോളൂ. എനിക്കറിയാം ആപ്പിൾ അര ആപ്പിൾ നീ തിന്നെ, അര ആപ്പിൾ അപ്പു ഇല്ല. അപ്പൊ ഒരു ആപ്പിൾ തിന്നു. ഇല്ല, അതെന്തൊരു കുടുംബം വേറെ. അത് ബാക്കി ഞാൻ തിന്നു. അമ്മൂട്ടന്റെ ഏറ്റവും അടിപൊളി ആക്റ്റീവ് ടൈം രാത്രിയാണേ. രാത്രി എന്തുമാണ് കഴിച്ച് രാത്രി അക്രമങ്ങൾ ഞാൻ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ഭയങ്കര ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. എന്തായാലും ഇപ്പം 4 മണിക്ക് അല്ലെങ്കിൽ 5:30 എണീക്കണം എന്ന് വിചാരിച്ചു ഞാനാണ്. പക്ഷെ അലാറം ചതിച്ചു. ചേച്ചി 4:30 എണീക്കാതെ പ്ലാൻ ചെയ്തു, പക്ഷെ കേട്ടില്ല. അപ്പം അത് കാരണം തന്നെ ഒരു 6 മണി ഇപ്പം അമ്മ എണീറ്റ് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. സോ 6 മണി സമയത്ത് 6:30 ആയിട്ടുണ്ട്. പോയി ഞാൻ പല്ല് വെച്ചു, എണീറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പല്ല് വെച്ചു. കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം കുളിക്കണം. പക്ഷെ എൻ്റെ മുടി ഉണങ്ങാൻ അത്യാവശ്യം ടൈം എടുക്കും. അത് കാരണം ചെറുതായിട്ട് നനയ്ക്കാൻ പറ്റത്തുള്ളൂ. നല്ല മുടി ഇങ്ങനെ കെട്ടിയിട്ട് എന്തോ കായോ പഴം എന്തോ കായ വരും.
അപ്പോൾ അത് കാരണം കുടിക്കണം. ഇതിൽ പോയി അതിന് മുമ്പ് ചായ കുടിക്കണം. ചായ മീൻസ് കട്ടൻ ചായ കുടിക്കണം. ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടിയപ്പോഴായി ഞാനൊന്ന് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കുടുക്ക. ഇതിൽ കുടിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് എന്തൊക്കെ ഉണ്ടാക്കി അറിയത്തില്ല, കുടിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി എന്താണ് ചായ കുടിക്കുമ്പോൾ ചേച്ചി എണീറ്റിട്ടില്ല. കാരണം ചേച്ചി ഇനിയിപ്പോൾ ലേറ്റായി എന്തോ സംഭവം ചെയ്യാണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരും എണീച്ചു. അമ്മ എണീച്ചു, അച്ഛൻ എണീറ്റിട്ടില്ല. അച്ഛന് വൈകിയിരിക്കണം. അതായത് നമുക്ക് ഒരു സൺസെറ്റിനെ കാണിച്ചു. കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ പോവാണ്. അവിടെ ഒരു പാട്ട് ലളിത സഹസ്രനാമം. അതൊക്കെ വെട്ടി. അതുകൊണ്ട് ഇതെന്ന് വെട്ടി? ഇതാ 2, 3, 4, 5 ആഴ്ച മുമ്പ് വെട്ടി. ഇതൊക്കെ ഏറ്റി വെട്ടിയുണ്ടാവും. അപ്പോൾ ഇതുവരെ വളർന്നു. നമുക്ക് എന്തായാലും കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും ഞാൻ പോയി കുടിക്കുകയാണ്. എന്തായാലും എൻ്റെ ചിന്തുമണി, എൻ്റെ ശുക്കുരു ഇവിടെ നിന്ന് കുടിക്കാനല്ല. അപ്പം ഞാൻ കുടിച്ചിട്ട് വേഗം പോയി കുളിക്കട്ടെ. ഗൈസ് ഞാൻ കുളിച്ച് ഇറങ്ങി വന്നു. ഇതാണ് എൻ്റെ യൂണിഫോം. ID കാർഡ് ഇടാണ്ട്, പിന്നെ വാച്ച് ഇടാണ്ട്. അങ്ങനെ ഗൈസ് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കുളിച്ചിട്ട് ഒന്നുകൂടെ തലയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കിയതാണ്. ഒരു സൺലൈറ്റ്. അപ്പം അപ്പോൾ വരാം, വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ ഇനി എന്താ ഭക്ഷണം കഴിക്കണം, ചായ അടിക്കണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എന്താ ഇനി എനിക്ക് ചായ കുടിക്കണം. കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ ഇടണം. പിന്നെ കണ്ട് ഒട്ടും തോന്നാത്ത തന്നെ ഉള്ളൂ. കണ്ടിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പം നമുക്ക് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇതൊക്കെ ഉണ്ട്. എന്താ ബാഡ്ജ് പേര് പറയാം, എംബ്ലോ. ഇവിടെ പോക്കറ്റ് ഉണ്ട്. ഇവിടുത്തെ പോക്കറ്റിൽ ഞാൻ ടവലിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്ന പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കഴിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കഴിക്കാം. ഞാൻ കെട്ടാൻ പോവാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് എനിക്ക് ഇതെന്താണ്, ഇവിടെ വിളക്ക്, പിന്നെ അച്ഛമ്മയുടെ സാരി, പിന്നെ ബാഗൊക്കെ നമ്മൾ ഇവിടെയാണ് വെച്ചത്. ബർത്ത്ഡേയാണ് വെക്കുക. പിന്നെ ഇവിടെ മഴക്കാലമായതുകൊണ്ട് ജോമെട്രി ബോക്സ് മഴക്കാലമായതുകൊണ്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ തുണി വിരിക്കും. അപ്പോൾ അതാണ് ഒരു തുണി ഇവിടെ കിടക്കുന്നത്. പിന്നെ ഫുഡ് ഞാൻ കഴിച്ചു. എന്തായാലും സംഭവം വെച്ചാൽ മുടി കെട്ടണം. നമുക്ക് മുടി കെട്ടാം. ഇത് ഞാൻ വേറെ ഫോൺ കാണിക്കുന്നത്. ഞാൻ ഇത് മൊത്തം 3 ഫോൺ എടുക്കണമെന്ന് വെച്ചിട്ട് ഒന്ന് ചേച്ചിയുടെ, ഒന്ന് ഇളയ ചേച്ചി, ഇളയ ചേച്ചിയുടെ എടുക്കണമെന്ന് അമ്മയുടെ. എൻ്റെ മുടി കണ്ടോ, സ്ട്രെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു വേവി പോലെയായി. ശരിക്കും ഞാൻ എൻ്റെ എന്താ ഇടേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചു. അപ്പം പിന്നെ നമുക്ക് രാവിലെ എണീച്ച് ഓടണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് ഇട്ടിട്ട് അനുസരിച്ചു. ചേച്ചി പുറമേക്കടെ പഠിക്കാൻ വേണ്ടി വലിയിരുന്നു. ഞാൻ കട്ട് ചെയ്തോളാം. കുഞ്ഞൊക്കെ പോകണം. ഉണ്ടാകും ജടയൊക്കെ ജടയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ണാപ്പിയാണ് ഞാൻ കഴിച്ചത്. 2 ദിവസത്തെ വീഡിയോ ആണ്. ഇന്നലെ രാത്രി ഞാൻ ഇൻട്രോ പറഞ്ഞത്. ഇപ്പം ഇൻട്രോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കത് ഇൻട്രോ പറയുമ്പോൾ ഞാൻ കഥ പറഞ്ഞിങ്ങോട്ട് പോകും. കാരണം ഇപ്പം തന്നെ ഞാൻ കഥ പറഞ്ഞു പോകും. അതൊന്നും ഞാൻ ഇന്നലെ ഇൻട്രോ വെച്ചു. അപ്പം കുറച്ച് സാധനം ബുക്കിലൊക്കെ ഇത് വരയ്ക്കുകയാണ്. അങ്ങനെ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്. വാച്ചും ഐ ഡി കാർഡും പിന്നെന്താ
ഇതൊക്കെ ഇട്ടിട്ട് മുടി ഞാൻ പിന്നെ ഇട്ടില്ല. അവരൊക്കെ പറഞ്ഞു നനഞ്ഞ മുടി ഇട്ടാൽ പഴം വരുന്നു, കായ വരും എന്ന് പറഞ്ഞു. സോ ഞാൻ ഇട്ട എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, ഞാൻ കാണിക്കില്ല. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ ചേച്ചിയാണ്. അപ്പം നമുക്കിനി വൈകാതെ പോവില്ല. അപ്പോൾ സമയത്രേ വാച്ചിലെ കൈ കഴുകണം. 8:11 ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ പട്ടിഷോ ആയിരിക്കും. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ ഈ കുപ്പി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുപ്പി ഇന്നാണ് മേടിക്കുന്നത് നമ്മൾ. പിന്നെ ഓട്ടെ ഒന്ന് ഇരിക്കുന്നു, കാല് വേദനെടുക്കും. പിന്നെ ഓട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പം സമയം ഒരുപാടായിട്ട് പോയി. അപ്പം നമ്മൾ ഇന്ന് മേടിക്കും. സൂമ് ഓടിപ്പോയി. അപ്പം ഇന്ന് മേടിക്കും, പൗച്ച് മേടിക്കും. അങ്ങനെ ബുക്സ് അങ്ങനത്തെ അലർച്ചുള്ള സംഭവങ്ങൾ അച്ഛനാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പം അമ്മേനെ കൊണ്ടുപോകാൻ പോയി. അമ്മ ഫോൺ എടുത്തില്ല. അപ്പം കാരണം ഇവിടെ അല്ലേ നോക്കണ്ടേ, എനിക്കറിയത്തില്ല. അതാണ്. അപ്പം അമ്മ ഞാൻ പറഞ്ഞു തന്നത് അമ്മ ഫോൺ കൊണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പം നമ്മൾ അച്ഛൻ വരുമ്പോൾ തന്നെ ഞാൻ പോവില്ല. ഇവിടെ ചേച്ചിയുണ്ട്. കൈ കാണിക്കേ. ഓക്കെ. അപ്പം ചേച്ചിയുമ്പോൾ ക്യാമറ വരില്ല. കണ്ണ് ഇതെൻ്റെ ഇളയ ചേച്ചി എഴുതി തന്നതാണ്. ഉണ്ണിക്കുട്ടനല്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ചേച്ചിമാരുടെ യൂട്യൂബ് ചാനൽ ബയോയിൽ കൊടുക്കാം. ഗൈസ് ഞാൻ സ്കൂളിലെത്തി. പക്ഷെ അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് അവിടെ അവർക്ക് എന്തോ മീറ്റിംഗ് പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു. എന്തായാലും കൊള്ളാം. പിന്നെന്താ, അപ്പം ഈ ഞാനത് വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തെനിക്കാണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ മറ്റേ ചേച്ചിയുടെ എടുത്തിരുന്നു. ബട്ട് സ്റ്റോറേജ് ഇല്ലാത്ത കാരണം അത് ഡിലീറ്റായി പോയായിരുന്നു. അപ്പം ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇനി പോയി കുളിക്കണം. കുറച്ച് നേരം ഇരുന്നിട്ട് കുളിക്കണം. അപ്പം നമുക്കിനി കുളിക്കണം. എനിക്ക് ഇതായിരുന്നു ഞാൻ ഇട്ട ഡ്രസ്സ്. ഇതെൻ്റെ യൂണിഫോം പാൻറ്, ഇത് ഒരു ടോപ്പ്. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ചിട്ട് ഇതേ ചായ കുടിക്കുകയാണ്. ഇതിനകത്ത് വേറെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ മിക്സ്ചറുണ്ട്. ഇത് ഞങ്ങളുടെ ദിവസത്താണ്. ഇപ്പം പിന്നെ ഇവിടെ പക്കടവട. അവിടെ ആരും വിളിച്ച് നോക്കണേ. ഇവിടെ അങ്ങനെ ചേച്ചി 2 ചേച്ചിമാരുണ്ട്. ഇപ്പം ചായ കുടിച്ചോടൊക്കെയാണ്. നമുക്കിത് അമ്മ വന്നില്ല, അമ്മ വരും. പിന്നെ ബാക്ക് ടു സ്കൂൾ സംഭവങ്ങളൊക്കെ മേടിച്ചു. കുപ്പി ഇന്ന് മേടിക്കും കേട്ടോ. ഇവിടെ ഒരു ഉറുമ്പ്. അപ്പം അത്രേ ഉള്ളൂ. രാത്രി കാണാം. ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.